എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓറഞ്ച് സലാഡിൻ്റെ റെസിപ്പി കേട്ടോ വൈറലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാമേ. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ 4 ഓറഞ്ചാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സലാഡിനായിട്ട് പുളി കുറവുള്ള ഓറഞ്ച് തന്നെ നോക്കിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ആദ്യം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം. ഓറഞ്ച് നമുക്കിങ്ങനെ ഓരോ അല്ലിയായിട്ട് മാറ്റിയെടുക്കാം. ഞാനിങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹാർഡാകാൻ വേണ്ടി മാത്രം വെക്കുന്ന കേട്ടോ. ഫ്രീസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. കാരണം നമ്മളിത് മുറിച്ച് സലാഡാക്കി എടുക്കുമ്പോഴത്തേന് അത് ഓറഞ്ചങ്ങ് ഉടഞ്ഞു പോകാതെ ഒന്ന് ഹാർഡായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫ്രീസ് ചെയ്യുന്നത്. അത് നിർബന്ധമില്ല, ഫ്രീസറിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാ ഓറഞ്ച് ജെല്ലികളും അങ്ങനെ തന്നെ എടുത്ത് ഞാൻ ആ പാത്രം ഒന്ന് അടച്ച് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കാൻ തുടങ്ങാം. കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ വെളുത്തുള്ളി എടുക്കാം. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് 2-3 വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുതിനയിലയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് എടുക്കാവുന്ന കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ച് മാത്രം ഒന്ന് എടുക്കാമേ. അരച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചാൽ മാത്രം മതി. കണ്ടോ, ഞാൻ പറയില്ല, ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഓറഞ്ച് എടുത്തിരിക്കുന്നത്. ചെറിയൊരു കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാവുന്നതാണേ. ഫ്രീസറിൽ വെച്ച് മുറിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഷേപ്പിൽ നമുക്ക് ഒട്ടും ഉടഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നിട്ട് ഇനി ഞാനിപ്പം എല്ലാ അല്ലികളും ഓറഞ്ച് അല്ലികളും ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല, മല്ലിയില പുതിനയിലയൊക്കെ നമ്മളൊന്ന് ചതച്ചെടുത്തില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി, പച്ചമുളക്, അതുപോലെ തന്നെ വറ്റൽ മുളക് ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാവൂ. ഞാനിപ്പം ഞങ്ങളുടെ എരിവിനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എന്തുമാത്രം എരിവ് വേണം അതിനനുസരിച്ച് എടുത്തുകൊള്ളുക. ഇനിയും ഇതിലേക്ക് ചാറ്റ് മസാല വേണമെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങാ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങാ ജ്യൂസിന് പകരം വിനാഗിരി ചേർത്താലും മതി. വിനാഗിരി 1 ടീസ്പൂണോ അത്രയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എന്തുമാത്രം പുളി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിനിയും ഇതിലേക്ക് പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, ശർക്കരയാണ് കേട്ടോ. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ ശർക്കര എടുത്ത് കുറച്ച് വെള്ളത്തിൽ മാത്രം ഒന്ന് ഉരുക്കിയെടുത്ത് നല്ല കട്ടിയായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം പഞ്ചസാര ഉപയോഗിച്ചാലും മതി, പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് കണ്ടോ, നല്ലതായിട്ട് ഈ പാത്രം അടച്ചിട്ട് ഈ ഒരു സലാഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ്ങിലാണ് ആ ഒരു സലാഡിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സലാഡെല്ലാം നല്ലതായിട്ട് നമുക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് സലാഡ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് റെസിപ്പി ആയിട്ടുള്ള ഒരു ഓറഞ്ച് സലാഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഒരു സലാഡിൻ്റെ റെസിപ്പി കേട്ടോ. മധുരം, പുളി, എരിവ് ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് സലാഡ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.